ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ IPL ഓപ്ഷന് ശേഷമുള്ള ടീമുകളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ എത്തിയിട്ടുള്ളത് IPL 2025 മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ സ്കോഡുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച സ്കോഡ് ഇത്തവണ ആർക്ക് സ്വന്തം? സോ ഒരു പവർ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്കോഡ് റേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു ഒന്നാമത്തെ എപ്പിസോഡ് മാത്രമാണ്. സോ ഒന്നാം എപ്പിസോഡിൽ നമ്മൾ ടോപ്പ് 5 ടീംസിൻ്റെ പവർ റേറ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് IPL മെഗാ ഓപ്ഷന് ശേഷം ഏറ്റവും മികച്ച സ്കോഡ് വാർത്തെടുത്ത ആദ്യ 5 ടീമുകൾ, അതിനുശേഷമുള്ള ബോട്ടം 5 ടീംസിൻ്റെ സ്കോഡ് റേറ്റിംഗ് ഇതിൻ്റെ എപ്പിസോഡ് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ മെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് വയ്ക്കാം. സോ സ്കോഡ് റേറ്റിംഗിൽ ഇത്തവണ ടോപ്പ് 5 ടീംസ് ആരൊക്കെയാണ്? ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ശുഭ്മാൻ ഗില്ലിൻ്റെ സംഘം ഇത്തവണ ഒരുപാട് മികച്ച താരങ്ങളെ കൂടാരത്തിൽ എത്തിച്ചുകൊണ്ടാണ് IPLലേക്ക് എത്താൻ പോകുന്നത്. സോ സ്കോഡ് റേറ്റിംഗിൽ GTയുടെ റേറ്റിംഗ് 10ൽ 10 ആണ്. ഇത്തവണ GTയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന അവരുടെ പേസ് അറ്റാക്ക് തന്നെയാണ്. കഗീസോ റബാഡയും പ്രസിദ്ധ് കൃഷ്ണയും ജെറാൾഡ് കോട്സിയും ഒപ്പം സിറാജും ഇഷാന്ത് ശർമ്മയും അടങ്ങുന്ന GTയുടെ പേസ് അറ്റാക്ക് തന്നെ ഇത്തവണ ഏറ്റവും അവർക്ക് കരുത്താണ്. അതോടൊപ്പം തന്നെ സ്പിൻ നിരയിലും അവർക്ക് ഇത്തവണ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റാഷിദ് ഖാനൊപ്പം സായ് കിഷോറും വാഷിംഗ്ടൺ സുന്ദറിനെ കൂടി ഇത്തവണ എത്തിച്ചുകൊണ്ട് സ്പിൻ അറ്റാക്കിനും ഒരു മികച്ച കോർ GT ഇത്തവണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് നിരയാണ് ഗില്ലിനൊപ്പം ഇത്തവണ ഇംഗ്ലണ്ട് സ്റ്റാർ ബാറ്റർ ജോസ് ബട്ട്ലർ കൂടി എത്തുമ്പോൾ GTയുടെ ഓപ്പണിങ്ങും കരുത്ത് ആയി മാറിയിട്ടുണ്ട്. മികച്ച ഫിനിഷർമാരും GTക്ക് സ്വന്തമായിട്ടുണ്ട്. രാഹുൽ തവാട്ടിക്കൊപ്പം ഷാരൂഖ് ഖാനും ഒപ്പം ഇത്തവണ കരീബിയൻ ഹിറ്റർ ഷറഫൻ റൂദർഫോർഡ് കൂടി വന്ന് ചേർന്നിട്ടുണ്ട്. സോ ഇതാണ് GTയുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വീക്ക്നെസ് ഒന്നും ഇല്ലാത്തൊരു ഫ്രാഞ്ചൈസിയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. സ്കോഡ് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ്. ദൈവത്തിൻ്റെ പോരാളികൾ ഇത്തവണ 10ൽ 9 അവരുടെ മെഗാ ഓപ്ഷന് ശേഷമുള്ള മുംബൈയുടെ സ്കോഡ് റേറ്റിംഗ്. മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോർ ഇത്തവണ മുംബൈക്ക് സ്വന്തമായിട്ട് റിട്ടേൺസിൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു. ഇന്ത്യൻ പ്ലേയേഴ്സിനെ മാത്രമായിരുന്നു മുംബൈ റീറ്റെയിൻ ചെയ്തത്. ഹിറ്റ്മാനൊപ്പം സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറ ഒക്കെ അടങ്ങുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ആ ഒരു കോർ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോർ ഇത്തവണ വളരെ കരുത്തുറ്റത് തന്നെയാണ്. അപ്പം മികച്ച പ്ലേയേഴ്സിന് എസ്പെഷ്യലി അവരുടെ മുൻനിര താരങ്ങൾ ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് ഓപ്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ട്രെൻഡ് ബോൾട്ടിനെ ഇത്തവണ അവർക്ക് തിരികെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. സോ മുംബൈയുടെ സ്ട്രെങ്ത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ മികച്ച ഇന്ത്യൻ കോർ ഉണ്ട് അവർക്ക്. അതോടൊപ്പം തന്നെ സ്പിൻ നിരയിലും ഇത്തവണ മുംബൈക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിച്ചൽ സാന്നർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരൺ ശർമ്മ, അള്ള ഗസൻ ഫർന്ന് അഫ്ഗാനിസ്ഥാൻ്റെ യങ് ടാലൻറ്റും ഇത്തവണ മുംബൈയുടെ സ്പിൻ അറ്റാക്കിന് കരുത്തേക്കും. മികച്ച പേസ് അറ്റാക്കുമുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇത്തവണ ട്രെൻഡ് ബോൾട്ട് കൂടി എത്തിയോടുകൂടി അവരുടെ ചാമ്പ്യൻ പേസ് അറ്റാക്ക് ഇത്തവണ മുംബൈക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം റീസ്റ്റോപ്പിലും ലിസാർഡ് വില്യംസും അടങ്ങുന്നുണ്ട് അവരുടെ ആ ഒരു പേസ് നിരയിൽ. മികച്ച കീ പ്ലെയേഴ്സ് ആയിട്ടുള്ള നമൻ ധിർണം ഒപ്പം ഇത്തവണ വിൽ ജാക്സ് എന്ന ഇംഗ്ലണ്ട് സ്റ്റാർ ഓൾറൗണ്ടർ കൂടി മുംബൈയുടെ ജേഴ്സിയിലേക്ക് എത്തിയിട്ടുണ്ട്. വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ മികച്ച ഒരു ബാക്കപ്പിനെ ഹാർദിക് പാണ്ഡ്യ എന്ന അവരുടെ ക്യാപ്റ്റനും അവരുടെ സ്റ്റാർ ഓൾറൗണ്ടർക്കും ഒരു ബാക്കപ്പിനെ കണ്ടെത്താൻ മുംബൈക്ക് സാധിച്ചിട്ടില്ല. സോ സ്കോഡ് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ളത് പഞ്ചാബ് കിങ്സ് ആണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ നടത്തി വരുന്ന PBKs ഒരു ഐഡിയൽ സ്കോഡ്, ഒരു ഡ്രീം ടീമിനെ ഇത്തവണ വാർത്തെടുത്തിട്ടുള്ളൂ. ശ്രേയസ് അയ്യരുടെ സംഘം സ്ട്രെങ്തിലേക്ക് വരുവാണെങ്കിൽ മികച്ച ക്യാപ്റ്റൻസി ശ്രേയസ് അയ്യരെ അവർക്ക് ചാമ്പ്യൻ ക്യാപ്റ്റനെ ഇത്തവണ സ്വന്തമായി കിട്ടിയിട്ടുണ്ട്. അപ്പം മികച്ച ഓൾറൗണ്ടേഴ്സ് PBKസിന് കരുത്താണ്. അസ്മത്തുള്ള ഉമർസായിക്കൊപ്പം അവരുടെ പഴയ താരമായിട്ടുള്ള ഗ്ലെൻ മാക്സ്വൽ ഇത്തവണ PBKs ജേഴ്സിയിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഒപ്പം മാർക്കസ് സ്റ്റോയിനിസും മാർക്കോ ജാൻസനും അടങ്ങുന്നുണ്ട്. മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോറും അവർക്കുണ്ട്. ശ്രേയസ് അയ്യർക്കൊപ്പം യുസ്വേന്ദ്ര ചഹലും ഹർഷ്ദീപ് സിംഗും ശശാങ്ക് സിംഗും അടങ്ങുന്ന മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോറും ഇത്തവണ PBKസിന് സ്വന്തം. മികച്ച യങ് ടാലൻസ് ആയിട്ടുള്ള പ്രിയാൻ ഷാരിയും മുഷീർ ഖാനും പ്രപ്സിമ്രൻ സിംഗും PBKസിന് കൂടുതൽ കരുത്തേക്കും. വീക്ക്നെസ് എന്ന് പറയുന്നത് അവർ മെയിനായിട്ട് ഇത്തവണ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനായിരിക്കും ഇത്തവണ ആശ്രയിക്കാൻ പോകുന്നതും. അതിൽ അവർക്കൊരു പക്ഷേ തിരിച്ചടി ആയിരിക്കും. കാരണം അവർ ആ ഒരു താരങ്ങളുടെ ഫോം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് കൺസേൺ ഒക്കെ വരുവാണെങ്കിൽ അത് അവർക്ക് ഒരു പക്ഷേ ഇത്തിരി പ്രശ്നമായി മാറിയേക്കും. സോ സ്കോഡ് റേറ്റിംഗിൽ അതായത് ടോപ്പ് 5 4ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 10ൽ 8.5 DCയുടെ സ്കോഡ് റേറ്റിംഗ്. ഇത്തവണ പന്തിനെ കളഞ്ഞ് പകരം KL രാഹുലിനെ കൊണ്ടുവന്ന DC വളരെ കരുത്തൊരു ടീമിലാണ് വാർത്തെടുത്തിട്ടുള്ളത്. സോൾഡ് ഓവർസീസ് പ്ലേയേഴ്സ് ഇത്തവണ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ജേക്ക് ഫ്രസം മഗർക്കും മിച്ചൽ സ്റ്റാർക്കിനൊപ്പം ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഫാഫ് ഡുപ്ലസി, ഹാരി ബ്രൂക്ക്, ദുഷ്മത ചമീര, ഡൊണോവൻ ഫെരേര തുടങ്ങിയ താരങ്ങൾ അവരുടെ ഫോറിൻ അറ്റാക്കിൻ്റെ ഇത്തവണ കരുത്തേക്കും. മികച്ച ബാക്കപ്പ് ഓപ്ഷൻസും അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഫാഫ് ഡുപ്ലസി, ചമീര, മോഹിത് ശർമ്മ, സമീർ ഋസിക്, കരുൺ നായർ തുടങ്ങിയ ബാക്കപ്പ് ഓപ്ഷൻസും DCക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മികച്ച ഇന്ത്യൻ ബൗളിംഗ് അറ്റാക്കും ഉണ്ട് അവർക്ക്. നടരാജനൊപ്പം അക്സർ പട്ടേലും കുൽദീപ് യാദവും മുകേഷ് കുമാറും ഇത്തവണ ചേരുന്നുണ്ട്.
എക്സൈറ്റിംഗ് യങ് ടാലൻസ് ആയിട്ടുള്ള വിബ്രാജ് നിഗം അവർക്ക് കൂടുതൽ കരുത്തായിരിക്കും. വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫിനിഷറുടെ അഭാവം ഒരുപക്ഷെ ഡൽഹിക്ക് അല്പം തിരിച്ചടിയായിരിക്കും. സോ സ്കോർ റേറ്റിംഗിൽ ടോപ്പ് 5 അവസാന ടീം RCB ആണ്. 10ൽ 7.5 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ സ്കോർ റേറ്റിംഗ്. മികച്ച ഫോറിൻ പ്ലേയേഴ്സിനെയും ഇന്ത്യൻ പ്ലേയേഴ്സിനെയും ഒരു മിക്സ് ഇത്തവണ RCB ജേഴ്സിയിൽ നമുക്ക് കാണാൻ സാധിക്കും. RCBയുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് മികച്ച ഒരു ഗുഡ് ലുക്കിംഗ് സ്കോർ കഴിഞ്ഞ സീസണിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗുഡ് ലുക്കിംഗ് സ്കോർ ഇത്തവണ RCBക്ക് സ്വന്തമായിട്ടുണ്ട്. മികച്ച ടോപ്പ് ഓർഡർ വിരാട് കോഹ്ലിക്കൊപ്പം ഫിൽ സാൾട്ട് കൂടി എത്തുന്നതോടെ അവരുടെ ടോപ്പ് ഓർഡർ അല്പം കരുത്ത് വളരെ ഒരു ഡെഡ്ലി കോംബോ തന്നെയാണ്. വിരാട് കോഹ്ലിക്കൊപ്പം ഫിൽ സാൾട്ടും ഒപ്പം രജത് പാടിതാറും ജേക്കബ് ബദൽ എന്ന മറ്റൊരു ഇംഗ്ലണ്ട് സ്റ്റാർ ബാറ്റർ കൂടി എത്തുന്ന അവരുടെ ടോപ്പ് ഓർഡർ കരുത്താണ്. മിഡിൽ ഓർഡറിലും നമുക്ക് ലിയാൻ ലിവിങ്സ്റ്റണും കൃണാൽ പാണ്ഡ്യയും ഇത്തവണ അവർക്ക് കരുത്തായിരിക്കും. ഒപ്പം ടീം ഡേവിഡിനെ കൂടി RCB ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ബൗളിംഗ് അറ്റാക്കും ഇത്തവണ RCBക്ക് സ്വന്തമാണ്. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും യശ് ദയാലും അടങ്ങുന്ന RCBയുടെ പേസ് അറ്റാക്കും എക്സ്പീരിയൻസ്ഡ് തന്നെയാണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് അല്പം കുറച്ച് മികച്ച സ്പിന്നേഴ്സിൻ്റെ അഭാവം ഇത്തവണ RCB ജേഴ്സിയിൽ കാണാൻ സാധിക്കും. അവരുടെ സ്കോറിലുള്ള പ്രധാനപ്പെട്ട 2 സ്പിന്നർമാർ സുയാഷ് ശർമ്മയും സ്വപ്നിൽ സിംഗുമാണ്. അതോടൊപ്പം തന്നെ ബൗളിംഗ് ഗ്രൂപ്പിന് കുറച്ച് ബാക്കപ്പ് ഓപ്ഷൻസും RCBക്ക് ഇത്തവണ ലഭിച്ചിട്ടില്ല. സോ അതും RCB സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ്. സ്കോർ റേറ്റിംഗിലെ ടോപ്പ് 5 ടീംസിൻ്റെ റേറ്റിംഗ് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.